ഫ്രണ്ട്സ്, ഇപ്പം ഇവിടെയോ ക്ലൈമറ്റ് അങ്ങ് നല്ലതായിട്ട് അങ്ങ് ചേഞ്ചായി. നല്ല ചേഞ്ചായി എന്ന് പറഞ്ഞാൽ മഴ വീഴുന്ന പോലെ. അപ്പം നമുക്ക് റോസ് പ്ലാന്റിൻ്റെ ഈ സമയത്ത് എന്താ ശ്രദ്ധിക്കുന്നത്? അപ്പം അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നല്ലതായിട്ട് റോസ് കിളിക്കുന്നു ഫ്രണ്ട്സ്. ഇപ്പം ഞാൻ ഒത്തിരി അഴുക്കായി റോസ് എല്ലാം കണ്ടിച്ച് കളഞ്ഞു. പിന്നെ ഇതിനകത്ത് രണ്ട് ബേഡ്സ് വരാൻ തുടങ്ങി. അപ്പോൾ എന്തോ ഈ സമയത്ത് ഇവിടെ ഇല്ലേ ഇപ്പം മഴക്കോല് പോലായി. ഇപ്പം എല്ലാ സ്ഥലത്തും മഴ പെയ്യുന്ന പോലെ. അതുകൊണ്ട് ഇവിടെയും ഇച്ചിരി മഴ പെയ്യാൻ ഒരു ക്ലൈമറ്റ് അങ്ങ് ചേഞ്ചായി. വെയിലൊന്നും ഇല്ല, പക്ഷേ റോസിന് നല്ല വെയിൽ വേണ്ടായോ? വെയിൽ വേണമെങ്കിലേ ഇത് നല്ലതായിട്ട് കിളിക്കത്തുള്ളൂ. ഇത്രയും ദിവസം നല്ല വെയിലുണ്ടായിരുന്നു, ഇപ്പം വെയിലില്ല. അപ്പം നമ്മുടെ ബേഡ്സ് എല്ലാം റെഡിയായി കിളിക്കാൻ. അപ്പം എന്തെടുക്കും വേണ്ടേ? വെയിലില്ലാത്ത സമയത്ത് ഇത് ഒരു ദിവസം മുമ്പേ ഇതുപോലെ അല്ലായിരുന്നു. ഇപ്പം നോക്ക്, ഇതിൻ്റെ സ്ഥിതി നോക്ക്. എളുപ്പം പെട്ടെന്നായത് നമ്മുടെ പുഴു ഉണ്ടാകുന്നത്. പിന്നെ സ്പൈഡറിൻ്റെ അറ്റാക്കും ആവും. അപ്പം ഇങ്ങനെ ഇത് അങ്ങ് കിളിക്കത്തില്ല. പതുക്കെ ഇതെല്ലാം മൊത്തം ഡെഡാവും. പിന്നെ ഫ്ലവറും കിളിക്കത്തില്ല. അടുത്ത ഷൂട്ടും അതിന് അറ്റാക്കാവും. അപ്പം ചെയ്യുന്ന കാര്യം ഇപ്പം ഇതാ, നിങ്ങൾക്ക് എപ്പോഴും ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോ ബേഡ്സിനകത്ത് നമുക്ക് ഇത് വന്നാൽ അത് മൊത്തം ബേഡ്സിൽ ബാധിക്കും. ഇപ്പം വേണ്ട ഇത് ബട്ടൺ റോസാൻ്റെ ബട്ടൺ റോസിൻ്റെ സ്ഥിതി കാണിക്കട്ടെ. ഞാൻ ഇത് മിനിങ്ങാന്ന് വരെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഓരോ ദിവസം മുമ്പേ ഇത് ഞാൻ കണ്ടപ്പം ഇങ്ങനെ സ്ഥിതി. ഇന്ന് വന്ന് നോക്കിയപ്പം മൊത്തം ഇതായി. അപ്പോൾ ഇങ്ങനെ ആയ ശേഷം ഇല്ലേ ഒത്തിരി പാടായത്. നമ്മുടെ മുട്ടൊന്നും കിളിക്കത്തില്ല. അങ്ങനെ മുരടിച്ച് അതങ്ങ് ഇതാവും. ആദ്യം നിങ്ങളുടെ കയ്യിൽ പെസ്റ്റിസൈഡ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ നല്ല സ്പ്രേ ചെയ്ത് കളയണം. പിന്നെ നിങ്ങൾ പെസ്റ്റിസൈഡ്സിൻ്റെ യൂസ് ചെയ്യണം. അങ്ങനെയായി നിങ്ങൾക്ക് ഫ്ലവർ നല്ല ഈട് നിൽക്കും. അപ്പം ഇപ്പം നോക്കാം, നല്ല ഇത് പൂ കിളിക്കാന്ന് ബേഡ്സും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥിതി ഇതാ. അപ്പം ഞാനെന്ത് എടുക്കും, നമ്മുടെ ഇതില്ലയോ ടാഫ്ഗോർ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ 10-15 ഡ്രോപ്പ് 1 ലിറ്റർ ബോട്ടലിനകത്ത് ഇട്ട് ഇങ്ങനെ നല്ലതായിട്ട് അത് സ്പ്രേ ചെയ്യണം. ഇത് നിങ്ങൾ ഒരു ദിവസം സ്പ്രേ ചെയ്തില്ല, ഇത് നിങ്ങൾക്ക് 5-6 ദിവസം ഇങ്ങനെ നിങ്ങൾക്ക് റോസിൽ നല്ലതായിട്ട് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് പൂ നല്ലതായിട്ട് കിളിക്കുകയും ചെയ്യും. പിന്നെ ബഡ്സിൻ്റെ എല്ലാം ഇതെല്ലാം ശല്യം മാറും. അപ്പം നമ്മൾ ഒരു ദിവസം ചെയ്തിട്ട് വിടാൻ പാടില്ല. ഇത് നമുക്ക് കണ്ടിന്യൂ 7 ദിവസം ചെയ്യണം. നിങ്ങൾ അർലി മോർണിംഗിൽ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ വൈകിട്ട് സന്ധ്യയാകുമ്പോൾ 5-6 മണിയാകത്തില്ലയോ, വെയിലില്ലാത്ത സമയത്ത് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് ഇത് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മൊത്തം അഴുക്കാവും. അപ്പം അങ്ങനെ ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്. നല്ല രസമില്ലയോ ഫ്രണ്ട്സ്? ഇത് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് തിരിച്ച് കിട്ടും നമ്മുടെ ബേഡ്സ് എല്ലാം ഫ്ലവർ എല്ലാം. അങ്ങനെ ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്.